ഹായ് ഓൾ, എല്ലാവർക്കും വന്ദനം. ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ എക്സാമിൻ്റെ സമയമൊക്കെയാണല്ലോ ഇത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ കുട്ടികളും പേരൻസും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നന്നായിട്ട് നമ്മുടെ സ്റ്റഡീസിനെയൊക്കെ ഒന്ന് ക്രമീകരിക്കുക, അല്ലെ എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ടൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ ഒരു 6-7 മണിക്കൂർ നമ്മൾ സ്കൂളിലായിരിക്കും സമയം സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയങ്ങളിൽ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 6 മണി തൊട്ട് വൈകിട്ട് ഒരു 10-10:30 വരെ അല്ലെങ്കിൽ 11 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഉള്ള സമയങ്ങളിൽ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് എത്ര നേരം പഠിക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ നിങ്ങളൊന്ന് ഫ്രഷായി പ്രയറൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് സ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾ 3 മണിക്കൂറാണ്, 3 മണിക്കൂറെങ്കിൽ 3 മണിക്കൂർ, 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ. പക്ഷേ ഒരു ബോർഡ് എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടൊരു 5 അവേഴ്സെങ്കിലും കുറഞ്ഞത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. 5 മണിക്കൂറെങ്കിലും. ഈ 5 മണിക്കൂർ അടുപ്പിച്ച് പുസ്തകം തുറന്ന് വെച്ചൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അത് കൃത്യമായി ആ 5 മണിക്കൂർ കൃത്യമായി നിങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് ഇട്ട് നിങ്ങൾ കൃത്യമായി നിങ്ങളത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊന്നാമത്തേത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ള സബ്ജക്റ്റുകളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് പാടെന്ന് തോന്നുന്ന സബ്ജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് വളരെ ലഘുവായിട്ടുള്ള ഈസി ലേണിംഗ് സബ്ജക്റ്റിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇപ്പം മാത്സ് പോലുള്ള വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള വിഷയങ്ങൾ ചിലർക്ക് ഭയങ്കര പാടാണ്. മാത്സ് എസ്പെഷ്യലി മാത്സ് ഭയങ്കര പാടാണ്. അപ്പോൾ അതിന് കൂടുതൽ സമയങ്ങളിൽ ചെയ്യുക. അപ്പോൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതിന് ഓരോ രീതികളുണ്ട്. മാത്സ് കാണാതെ പഠിച്ചിട്ടൊരു കാര്യമില്ല, കണക്ക് ചെയ്താണ് പഠിക്കേണ്ടത്. പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. എസ്പെഷ്യലി ഈ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്ത് വേണം പഠിക്കാൻ. ഇനി നിങ്ങൾ ഓരോ ചാപ്റ്റർ ഓരോ ലൈൻ വെച്ച് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, സമയം വളരെ കുറവാണ്. ഇനി എക്സാം വരികയാണ്. അപ്പോൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒത്തിരി നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെടുത്ത് മാക്സിമം നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കണം. ഓരോ സെക്ഷൻസ് കാണും. ഇപ്പോൾ CBSEയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ ABCDEF എന്ന് പറഞ്ഞിട്ട് കുറേ സെക്ഷൻസ് കാണും. 1 മാർക്കിൻ്റെ MCQ കാണും. അതുപോലെ തന്നെ 2 മാർക്സ്, 3 മാർക്സ്, 5 മാർക്സ്, 6 മാർക്സ്, അങ്ങനെ ഒരുപാട് പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാമിന് കോമ്പീറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറുകയായിരിക്കും, നിങ്ങളുടെ മെമ്മറിയിലേക്ക് കയറുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഓരോ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അത് ടീച്ചേഴ്സുമായിട്ട് കൊണ്ട് കാണിച്ചത് കറക്റ്റാണോ എന്ന് നോക്കുക, ആൻസറുമായിട്ടൊന്ന് ക്രോസ് വെരിഫിക്കേഷൻസ് നടത്തുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങൾക്ക് കോൺസെപ്റ്റ് കൂടുതൽ ക്ലാരിഫൈഡ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ, നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാറില്ലാത്തത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആയി പോവുക. അപ്പോൾ ചില കുട്ടികൾ, റീസെൻ്റ്ലി എൻ്റെ ക്ലിനിക്കിൽ വന്ന 2-3 കുട്ടികൾ എന്നോട് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചൊരു കാര്യമാണ്, സാറേ നന്നായി പഠിക്കും, എല്ലാം വായിച്ച് പഠിച്ചിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ ചെല്ലുന്നത്, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ആവിയും പുകയും മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്താണെന്നറിയാമോ, നമുക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ആ കോൺസെപ്റ്റ് എന്നാണെന്നറിയത്തില്ല, വായിച്ചു പോയത് ഓർമ്മയുണ്ട്, ആ പേജിൻ്റെ തുടക്കം കിട്ടിയാൽ ബാക്കി കിട്ടും എന്നൊക്കെ നമുക്കൊരു ടിപ്പ് ഓഫ് ദ ടങ് ടെക്നിക്കൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിൻ്റെ തുമ്പത്തിരിപ്പുണ്ട്, പക്ഷേ വരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ റിവൈസ് ചെയ്യണം. നിങ്ങൾ ചുമ്മാ വായിച്ച് വിട്ട ഓരോ കോൺസെപ്റ്റുകൾ നന്നായി റിവൈസ് ചെയ്യണം. റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നന്നായി മെമ്മറി നിൽക്കുകയുള്ളൂ, നന്നായി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. റിവൈസ് ചെയ്യാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം ഇനിയിപ്പോൾ ഉള്ള 2-3 മാസം എന്ന് പറയുന്നത് വെരി ക്രൂഷ്യൽ. ഈ കുറച്ച് സമയങ്ങൾ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഉണ്ടോ ആ ചാപ്റ്ററിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സാമിന് കയറി എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ
ഡെഫിനറ്റായിട്ടും നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ സ്മാർട്ടായിട്ട് നിങ്ങൾ പഠിക്കണം, സ്മാർട്ടായിട്ട് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക, സ്മാർട്ടായിട്ട് പഠിക്കുക, സ്മാർട്ടായി കോൺഫിഡൻസോടുകൂടി എക്സാമിന് അപ്പിയർ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. നല്ല റിസൾട്ടോടുകൂടി നിങ്ങൾ ഈ എക്സാം പാസ്സാവും. ആൻഡ് ഐ ആം കോൺഫിഡൻറ്റ്, എനിക്ക് ആ കോൺഫിഡൻറ്റ് ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക്, നന്നായിട്ട് നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കീപ് ഗോയിങ്. ഗോഡ് ബ്ലെസ് യു.